എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും കേരള PSCയുടെ പരീക്ഷകളിൽ സ്ഥിരമായി കാണാറുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. SI സമ്പ്രദായത്തിൽ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മീറ്റർ. SI സമ്പ്രദായത്തിൽ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്ററാണ്. M എന്ന ചിഹ്നം ഉപയോഗിച്ചാണ് മീറ്റർ രേഖപ്പെടുത്തുന്നത്. ദൂരവും നീളവും അളക്കുന്നതിനായുള്ള ആഗോള അടിസ്ഥാന യൂണിറ്റാണ് മീറ്റർ. വേഗത മീറ്റർ പെർ സെക്കൻഡ്, വ്യാപ്തം ക്യൂബിക് മീറ്റർ തുടങ്ങി ഭൗതിക ശാസ്ത്രത്തിലെ പല യൂണിറ്റുകളും രൂപപ്പെടുത്തിയിരിക്കുന്നത് മീറ്ററിനെ അടിസ്ഥാനമാക്കിയാണ്. ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ് ജഡത്വ നിയമം, ലോ ഓഫ് ഇനേഷ്യ എന്നറിയപ്പെടുന്നത്? ഒന്നാം ചലന നിയമം. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ് ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത്. ബാഹ്യബലം പ്രയോഗിക്കാത്ത പക്ഷം നിശ്ചലാവസ്ഥയിലുള്ള വസ്തു നിശ്ചലാവസ്ഥയിലും ചലിക്കുന്ന വസ്തു അതേ വേഗതയിലും ദിശയിലും ചലനം തുടരുമെന്ന് ഈ നിയമം പ്രസ്താവിക്കുന്നു. വസ്തുക്കളുടെ ഈ സഹജമായ പ്രവണതയാണ് ജഡത്വം. റോക്കറ്റ് വിക്ഷേപണത്തിൽ ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? മൂന്നാം ചലന നിയമം. റോക്കറ്റ് വിക്ഷേപണത്തിൽ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ടെന്നതാണ് ഈ നിയമം. റോക്കറ്റിൻ്റെ എൻജിൻ വാതകങ്ങളെ താഴേക്ക് തള്ളുമ്പോൾ വാതകങ്ങൾ റോക്കറ്റിനെ മുകളിലേക്ക് തള്ളുന്നു. ഈ പ്രതിപ്രവർത്തനമാണ് റോക്കറ്റിനെ കുതിക്കാൻ സഹായിക്കുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രത ആരം R, ഫോക്കൽ ദൂരം F തമ്മിലുള്ള ബന്ധം എന്താണ്? R = 2F അല്ലെങ്കിൽ F = R/2. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രത ആരം R, ഫോക്കൽ ദൂരം F തമ്മിലുള്ള ബന്ധം R = 2F അല്ലെങ്കിൽ F = R/2 ആണ്. ഒരു ദർപ്പണത്തിൻ്റെ വക്രത ആരം അതിൻ്റെ ഫോക്കൽ ദൂരത്തിൻ്റെ 2 ഇരട്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഫോക്കൽ ദൂരം വക്രത ആരത്തിൻ്റെ പകുതി ആയിരിക്കും. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രധാന പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം, ഡിസ്പേർഷൻ. പ്രകീർണനമാണ് മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രധാന പ്രകാശ പ്രതിഭാസം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സൂര്യപ്രകാശം തട്ടി പ്രകീർണനം, അപവർത്തനം, പൂർണ്ണാന്തരിക പ്രതിഫലനം എന്നിവ സംഭവിക്കുന്നത് മൂലമാണ് മഴവില്ല് ഉണ്ടാകുന്നത്. സൂര്യപ്രകാശത്തിലെ ഏത് നിറത്തിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ? ചുവപ്പ്. സൂര്യപ്രകാശത്തിലെ ചുവപ്പ് നിറത്തിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത്. തരംഗദൈർഘ്യം കൂടുതലായതിനാൽ ചുവപ്പ് നിറം അന്തരീക്ഷത്തിൽ കുറച്ചു മാത്രമേ ചിതറിപ്പോകൂ. അതിനാൽ ദൂരത്തു നിന്നും ഇത് വ്യക്തമായി കാണാം. ഇതിന് വിപരീതമായി ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം വയലറ്റ് നിറത്തിനാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും ഉയർന്ന ഊർജമുള്ള രശ്മികൾ ഏവ? ഗാമ രശ്മികൾ, ഗാമ റേസ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും ഉയർന്ന ഊർജ്ജമുള്ള രശ്മികളാണ് ഗാമ രശ്മികൾ. ഗാമ രശ്മികൾക്ക് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായതുകൊണ്ട് തന്നെ ഊർജവും ഏറ്റവും കൂടുതലാണ്. ഗാമ രശ്മികൾക്ക് തരംഗദൈർഘ്യം ഏറ്റവും കുറവാണ്. ശബ്ദത്തിൻ്റെ തീവ്രത, ഇൻറ്റൻസിറ്റി അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. ഡെസിബലാണ് ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ്. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിൻ്റെ പരിധി ഏകദേശം 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ശബ്ദത്തിൻ്റെ ആവൃത്തി, ഫ്രീക്വൻസി അളക്കുന്നത് ഹെർട്സ് എന്ന യൂണിറ്റിലാണ്. ഒരു വസ്തു ദ്രാവകത്തിൽ മുങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമതയെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം? ആർക്കിമിഡീസ് തത്വം. ഒരു വസ്തു ദ്രാവകത്തിൽ മുങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമതയെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമമാണ് ആർക്കിമിഡീസ് തത്വം. ഒരു ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിന് അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ തൂക്കത്തിന് തുല്യമായ മുകളിലേക്കുള്ള ബലം, പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നു. ആർക്കിമിഡീസ് കണ്ടെത്തിയ ഈ തത്വം കപ്പലുകൾ, അന്തർവാഹിനികൾ, ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ എന്നിവയുടെ പ്രവർത്തനത്തിന് അടിസ്ഥാനമാണ്. പാസ്കൽ നിയമം പ്രധാനമായും ഏത് സംവിധാനങ്ങളുടെ പ്രവർത്തന തത്വമാണ്? ഹൈഡ്രോളിക്. പാസ്കൽ നിയമം പ്രധാനമായും ഹൈഡ്രോളിക് സംവിധാനങ്ങളുടെ പ്രവർത്തന തത്വമാണ്. ഒരു
അടഞ്ഞ പാത്രത്തിലെ ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ആ ദ്രാവകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരേ തീവ്രതയോടെ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുമെന്നതാണ് പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ് തുടങ്ങിയവ ഈ തത്വത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. അന്തരീക്ഷ മർദ്ദം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി കണ്ടുപിടിച്ച ബാരോമീറ്റർ രസം മെർക്കുറി ആണ് ഉപയോഗിക്കുന്നത്. ഇതിലെ രസനിരപ്പ് പെട്ടെന്ന് താഴ്ന്നാൽ കൊടുങ്കാറ്റിനെയും ക്രമേണ താഴ്ന്നാൽ മഴയെയും ഉയർന്നു നിന്നാൽ തെളിഞ്ഞ കാലാവസ്ഥയുമാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വത്വരണം ജിയുടെ മൂല്യത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വത്വരണം ജിയുടെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭൂമി വസ്തുക്കളിൽ ചെലുത്തുന്ന ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ജിയുടെ മൂല്യവും അതിനനുസരിച്ച് കുറയുന്നു. ഒരു വസ്തുവിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രവേഗം പലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി. ഒരു വസ്തുവിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. ഭൂമിയിൽ നിന്നുള്ള ഈ പ്രവേഗത്തിന്റെ മൂല്യം ഏകദേശം 11.2 km/s ആണ്. ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന CGS യൂണിറ്റ് ഏതാണ്? പോയ്സ്. ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന CGS യൂണിറ്റ് ആണ് പോയ്സ്. CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. സമ്പ്രദായത്തിൽ വിസ്കോസിറ്റി അളക്കുന്നത് പോയ്സ് ഉപയോഗിച്ചാണ്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകൃതമായ SI യൂണിറ്റ് പാസ്കൽ സെക്കൻഡ് ആണ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര മാനക യൂണിറ്റ് ഏതാണ്? കെൽവിൻ. കെൽവിനാണ് താപനില അളക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര മാനക യൂണിറ്റ്, SI യൂണിറ്റ്. ഇതിനെ K എന്ന ചിഹ്നം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. കെൽവിൻ സ്കെയിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് ആബ്സല്യൂട്ട് സീറോ കെൽവിൻ എന്ന ബിന്ദുവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് സെൽഷ്യസ് സ്കെയിലിൽ -273.15 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ്. കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് മൂല്യങ്ങൾ ഇല്ല. ഒരു നിശ്ചിത താപനിലയിൽ വായുവിലുള്ള ഈർപ്പത്തിന്റെ അളവിനെ എന്ത് വിളിക്കുന്നു? ആർദ്രത, ഹ്യൂമിഡിറ്റി. ഒരു നിശ്ചിത താപനിലയിൽ വായുവിലുള്ള ഈർപ്പത്തിന്റെ അളവിനെ വിളിക്കുന്നത് ആർദ്രത, ഹ്യൂമിഡിറ്റി എന്നാണ്. അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവാണ് ആർദ്രത. വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലബാഷ്പവും നിലവിലുള്ള അളവും തമ്മിലുള്ള ശതമാന അനുപാതത്തെയാണ് ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നത്. ഇത് ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ചാണ് അളക്കുന്നത്. പ്രവൃത്തിയുടെ വർക്കിന്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗ്. പ്രവൃത്തിയുടെ CGS യൂണിറ്റ് ആണ് എർഗ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ ആണ്. 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 കോടി 10⁻⁷ എർഗാണ്. ഒരു ഡൈൻ ബലം ഉപയോഗിച്ച് ഒരു വസ്തുവിനെ 1 സെന്റിമീറ്റർ ദൂരം ചലിപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രവൃത്തിയാണ് ഒരു എർഗ്. പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? വാട്ട്. വാട്ടാണ് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ്. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് പവർ. കിലോ വാട്ട്, മെഗാവാട്ട് എന്നിവ വലിയ അളവിലുള്ള പവറിനെയും ഹോഴ്സ് പവർ പഴയ രീതിയിലുള്ള അളവിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? കത്രിക, തുലാസ്. ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ പ്രധാന ഉദാഹരണങ്ങളാണ് കത്രികയും തുലാസും. ഒന്നാം വർഗ ഉത്തോലകങ്ങളിൽ ആലംബം പ്രയത്നത്തിനും ഭാരത്തിനും ഇടയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ആലംബം മധ്യഭാഗത്തായതിനാൽ ഭാരത്തെ എളുപ്പത്തിൽ ഉയർത്താൻ സാധിക്കുന്നു. സീസോ, കപ്പി എന്നിവയും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഊർജ സംരക്ഷണ നിയമം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഊർജത്തെ എന്ത് ചെയ്യാൻ കഴിയില്ല? സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഊർജ സംരക്ഷണ നിയമപ്രകാരം ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കൂ. പ്രപഞ്ചത്തിലെ ആകെ ഊർജം സ്ഥിരമാണ്. ഉദാഹരണത്തിന് ഒരു ബൾബ് കത്തുമ്പോൾ വൈദ്യുതോർജം പ്രകാശവും
താപവുമായി മാറുന്നു എന്ന് മാത്രം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.